ഹായ് വേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മണീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ്. ചക്ക വെച്ചുള്ള എരിശ്ശേരി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ചക്ക ഇപ്പം ചക്ക സീസൺ ആയതുകൊണ്ട് നമുക്കത് തന്നെ വെച്ച് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്ക എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചക്ക വട്ടത്തിൽ വേണം അരിയാൻ. അതുപോലെ അതിൻ്റെ കൂടെ ചക്കക്കുരു നമ്മൾ ചേർക്കണം, എന്നാലേ കറിക്ക് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അതിന് ചക്കക്കുരു കുറച്ച് അത് വട്ടത്തിൽ തന്നെ ചക്കക്കുരു അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുരുള്ള പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ച ചക്കയും ചുളയും ചക്കക്കുരു ഇട്ട് കൊടുക്കാം. മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി. നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം, വേകാനുള്ള വെള്ളം. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പക്ഷേ 1 മുറി തേങ്ങ കുറച്ച് നമുക്ക് വറുത്തിടാൻ വേണം. ബാക്കി നമുക്ക് അരച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2-3 ചുള വെളുത്തുള്ളി. ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ കറിവേപ്പില, അരയ്ക്കാൻ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കടുക് വറുക്കാനും വേണം, അരയ്ക്കാനും വേണം. അരയ്ക്കുന്നതിനകത്തും കരിവേപ്പില ഇടണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. എരിശ്ശേരിക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വെന്തോന്ന് നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിടുന്നത് നടുക്ക് വേണം അരപ്പിടാൻ. വെള്ളം കൂടെ അപ്പം കഴുകി വെച്ചേക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് അരപ്പിൻ്റെ മണ്ടലോട്ടാക്കി വെക്കണം. അരപ്പ് അതിനകത്താക്കി വെച്ചിട്ട് നമ്മൾ സാധനം ചക്കക്കുരു എല്ലാം അതിൻ്റെ മേളിൽ നിൽക്കണം. അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ അരപ്പൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കത് റെഡിയായെന്ന് നോക്കാം. നല്ലതായിട്ട് ഉടഞ്ഞ് വന്നിട്ട് ഞാൻ 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഉടയണം. നമ്മളെല്ലാം ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഉടച്ചൊന്ന് ചേർക്കണം. നല്ലതായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ചക്കക്കുരു ആണെങ്കിൽ നല്ല ഇതായിരിക്കും. നമുക്ക് വാങ്ങി വെച്ചിട്ട് അതിന് തേങ്ങ വറുത്തിടാം. ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കും. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 നുള്ളി അരിയും ഇട്ട് കൊടുക്കുവാണ്. അരി നിർബന്ധമൊന്നുമില്ല, ഞാൻ 1 നുള്ളി അരി അങ്ങ് ഇടും. ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു 2-3-4 കഷ്ണം വേണം, 1 കഷ്ണം പോരാ. മുളക്, കറിവേപ്പില, തേങ്ങയും ഇട്ട് വേണം നമ്മൾ വറക്കാൻ. 1 കപ്പ് തേങ്ങ മതി. കൂടെ ഇട്ടാൽ അതിന് ടേസ്റ്റ് കിട്ടും. തേങ്ങ വറുത്ത ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ചക്ക ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാനുള്ള സമയമാണ് ഇപ്പം. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഇത് വിഷുവിന് ട്രൈ ചെയ്യണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.